നമസ്കാരം. അനിഴം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ചർച്ചകളും യാത്രകളും പലപ്പോഴും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളും നിഷ്ഫലമായി തീരുന്നത് വഴി മനസ്സിന് സമാധാനം കുറയും, എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടും. തന്മൂലം മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള പിരിമുറുക്കങ്ങളും വിഭ്രാന്തിയും വന്നു ചേരുവാനിടയുള്ളതിനാൽ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. പലപ്പോഴും മേലധികാരികളോ കീഴ്ജീവനക്കാരോ സഹപ്രവർത്തകരോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുവിധം പരിഗണിക്കുന്നത് ഒരു പരിധിവരെ അബദ്ധങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം നിലയിൽ പദ്ധതി സമർപ്പിക്കുകയും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ മാസം രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വ്യാപകമായിട്ടുള്ള പല വിധത്തിലുള്ള പകർച്ചവ്യാധിയിലും ഉൾപ്പെടുന്നത് വഴി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ ആശുപത്രിവാസം വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരുന്നത് വഴി പലപ്പോഴും പല ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജൂലൈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകും. ഏതു പ്രകാരത്തിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി, അന്ധവിശ്വാസവും ഒഴിവാക്കി ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള പുതിയതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനോ സാത്വികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനോ വേണ്ടപ്പെട്ടവരുടെ സഹായം തേടുവാൻ യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട് കാലവർഷക്കെടുതി കൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുവാനുള്ള യോഗവും ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നു. നമസ്കാരം.